നീലാഞ്ജനം. രചന കാശിനാഥൻ. അതേ ചേട്ടാ, ഈ മേലാറ്റൂർ തറവാട് അവിടേക്ക് നടക്കാനുള്ള ദൂരമുള്ളോ? സമയം ഏകദേശം വൈകുന്നേരം 6 മണിയോടടുത്ത് കാണും. കവലയിലെ അത്യാവശ്യം തിരക്കുള്ള ചായപ്പീടികയാണ് ശങ്കരൻ്റേത്. വൈകുന്നേരത്തെ ജോലി കഴിഞ്ഞും അല്ലാതെയും വന്ന് ഒരുപാട് പേര് ചായ കുടിക്കുകയും നാട്ടു വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയമാണത്. ആ സമയത്താണ് ഒരു പെൺകുട്ടി, അതും ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരാൾ, വഴി ചോദിച്ച് അവിടേക്ക് എത്തുന്നത്. ഗ്രാമപ്രദേശമായതിനാൽ തന്നെ ആ സമയത്ത് പെൺകുട്ടികൾ ആരും തന്നെ ഒറ്റയ്ക്ക് എവിടേക്കും പോവുക വരികയോ ചെയ്യാറില്ല. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഇപ്പോഴും പഴമയുടെ മൂല്യങ്ങളും വിടാതെ പിന്തുടരുന്നവരാണ് അവിടുത്തെ ജനങ്ങൾ. കൊച്ചേതാ? ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ല? ഇവിടെ പുതിയതാണോ? അതെ. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഒറ്റവാക്കിൽ ഒതുക്കിക്കളഞ്ഞവൾ. എന്നാലും കൊച്ചേതാ ഇതിനു മുൻപ്? അവൾക്ക് ശങ്കരൻ്റെ സംസാരം അരോചകമായി തോന്നും. താൻ ആരാന്നറിയാൻ ഒരു വ്യഗ്രത അയാൾക്കുള്ളതുപോലെ. എൻ്റെ പേര് സമൃദ്ധി മേനോൻ. ഇവിടെ പുതുതായി ജോയിൻ ചെയ്ത അഗ്രികൾച്ചർ ഓഫീസർ. വീട് എറണാകുളം. വയസ്സ് 27. ഇവിടെ മേലാറ്റൂർ മനയിൽ അവരുടെ മനയോട് ചേർന്നൊരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ പുതുതായി താമസിക്കാൻ വന്നതാ. മതിയോ? പറഞ്ഞു നിർത്തുമ്പോൾ സമൃദ്ധിയുടെ മുഖം അല്പം കടുത്തിരുന്നു. അതവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ശങ്കരനെ മനസ്സിലാവുകയും ചെയ്തു. അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും സമൃദ്ധിക്ക് ഇഷ്ടമായില്ല. ക്ഷമിക്കണം മോളെ, ഈ നാട്ടിൽ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. കഴിയുന്നത്ര വിനയം മുഖത്ത് വരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഇവിടുന്ന് 10 മിനിറ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ മേലാറ്റൂർക്ക്. ദാ ആ കാണുന്ന റോഡ് വഴി നേരെ നടന്നാൽ എത്തുന്നത് മേലാറ്റൂരിലെ പടിപ്പുരയിലേക്കാണ്. താങ്ക്സ് ചേട്ടാ, മറുപടി പറഞ്ഞുകൊണ്ടവൾ സാവധാനം മുൻപോട്ട് നടന്നു. മൺവഴിയാണ് അങ്ങോട്ടേക്ക്. വഴിയുടെ ഓരം ചേർന്ന് അത്ര വീതിയില്ലാത്തൊരു കൈത്തോടൊഴുകുന്നുണ്ട്. അതിനും അപ്പുറം വിശാലമായ നെൽപ്പാടമാണ്. നേരത്തെ മഞ്ഞ നിറം പടർന്ന ആകാശവും സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചുവപ്പുമുണ്ട്. കൂടണയാനായി ധൃതിയിൽ പറന്നകലുന്ന പക്ഷിക്കൂട്ടങ്ങൾ. ഏതോ ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിലെ മനോഹരമായ ചിത്രം പോലെ തോന്നിച്ചു അവൾക്കാ നാട്. അത്രമേൽ ഭംഗിയുള്ളൊരു വൈകുന്നേരം കണ്ടതിൻ്റെ സന്തോഷവും അവളുടെ മുഖത്ത് ആവോളം. കണ്ണു വിടർത്തി കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവൾ മേലാറ്റൂരിലെ പടിപ്പുരയ്ക്ക് മുൻപിലെത്തുമ്പോൾ അവൾ നേരെ കണ്ടത് നേർത്തൊരു തിരുനാളമായിരുന്നു. ആ സമയം തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുകയാണ് സുഭദ്ര. മുൻപോട്ട് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ വീടും പരിസരവും ആകമാനം വീക്ഷിച്ചു. വലിയ മുറ്റാണ്. സാധാരണ വീടുകളിൽ മുറ്റത്ത് ചെടികളാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. മുറ്റത്താകമാനം പച്ചക്കറികൾ, ചീരയും പയറും പടവലവും കോവലും. കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച പോലെ. അവൾ അറിയാതെ തന്നെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അപരിചിതയായ ഒരു പെൺകുട്ടിയെ ഈ അസമയത്ത് കണ്ടതും സുഭദ്ര കണ്ണു ചുരുക്കി അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് ആളെ മനസ്സിലായതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു. അരഭിത്തിയിലിരുന്ന താക്കോൽക്കൂട്ടവും എടുത്തുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഹരിനന്ദൻ? സമൃദ്ധി അവരോടായി ചോദിച്ചു. എൻ്റെ മകനാണ്. അവനോട് സ്ഥലത്തില്ല. നാളെ കാലത്തെ എത്തൂ. ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് സിറ്റിയിൽ പോയിരിക്കുവാണ്. മോളുടെ പേര് സമൃദ്ധി എന്നല്ലേ? അതെ. അവൾ ഭംഗിയായൊന്ന് പുഞ്ചിരിച്ചു. മോൻ പറഞ്ഞിരുന്നു മോൾ ഇന്ന് ചാവി വാങ്ങാൻ വരുമെന്ന്. വീടെല്ലാം അവൻ ഇന്നലെ തന്നെ വൃത്തിയാക്കിയിട്ടിരുന്നു. പിന്നെ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളും കിടക്കയും എല്ലാം അവിടെ ഉണ്ട്. ഹരി പറഞ്ഞിരുന്നു അതെല്ലാം. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുട്ടിക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. ഞാൻ വീട് തുറന്നു തരാം. മേലാറ്റൂർ മനയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് സമൃദ്ധിക്ക് താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടാക്കിയിരിക്കുന്നത്. പണ്ടത്തെ മേലാറ്റൂരിലെ പത്തായപ്പുരയായിരുന്നു അത്. അധികം വരുന്ന നെല്ലും തേങ്ങയും എല്ലാം സൂക്ഷിക്കുന്നത് അവിടെയാണ്. കാലക്രമേണ തറവാട് ക്ഷയിച്ചപ്പോൾ നീക്കി വയ്ക്കാൻ നെല്ലും തേങ്ങയും ഒന്നും തികയാതെയായി. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പത്തായപ്പുര അധികമായി തോന്നിയവർക്ക്. തറവാടിൻ്റെ ഇന്നത്തെ അവസ്ഥ കൊണ്ടാണ് അവർക്ക് ആ പത്തായപ്പുര വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. മോള് ചെന്നൊന്ന് റെസ്റ്റ് എടുക്ക്. പിന്നെ രാത്രിയിലേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. മോൾക്ക് കൂടെ ഉള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അങ്ങനൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അവർ തിരിച്ച് തറവാട്ടിലേക്ക് നടന്നു കയറിയിട്ടാണ് സമൃദ്ധി വാതിലടച്ചത്. ഒരു വലിയ ഹാൾ പോലെയുള്ള സ്ഥലം. അതിനെ അടുക്കളയും ഹാളും
ഒരാൾക്ക് കിടക്കാൻ കഴിയുന്ന ഒരു ചെറിയ റൂമുമാക്കി തരംതിരിച്ചിരിക്കുകയാണ്. അടുക്കളയോട് ചേർന്നാണ് ബാത്റൂം. അവൾ ബാഗെല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ട് കുളിച്ചിട്ടിടാൻ ഒരു നൈറ്റ് ഡ്രസ്സും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങി വന്നപ്പോൾ അവൾക്ക് നല്ല ആശ്വാസം. അത്ര നീളമില്ലാത്ത മുടി കഷ്ടിച്ച് തോളപ്പം കാണും. അത് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സുഭദ്ര വാതിലിൽ വന്ന് തട്ടി. അവരുടെ കയ്യിൽ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. ദേ മോളെ, കഞ്ഞിയാട്ടോ. പയറുപ്പേരിയും മാങ്ങാച്ചാറും ഉണ്ട്. കഞ്ഞി കഴിക്കുമോ? പിന്നെന്താ, ഞാൻ കഴിക്കാറുണ്ടല്ലോ, എനിക്കിഷ്ടാ. ചിരിയോടെ അവൾ വാങ്ങി. രാത്രി കിടക്കും മുമ്പ് സുഭദ്ര കൊണ്ടുവന്ന കഞ്ഞിയും കുടിച്ച് അവൾ റൂമിലേക്ക് ചെന്നു. ഫോണിൽ അനുപമയുടെ കുറച്ചധികം മിസ്ഡ് കോൾസ് ഉണ്ടായിരുന്നു. നീ എന്താ എത്തിയിട്ട് വിളിക്കാതിരുന്നേ? ഞാൻ കിടക്കും മുമ്പ് വിളിക്കാമെന്ന് കരുതി. ഇവിടൊക്കെ എന്ത് ഭംഗിയാണെന്നോ, വേറൊരു വേൾഡിൽ വന്ന പോലെ. ഐ റിയലി ലൈക്ഡ്. നാടോ അതോ? അമ്മ, ഐ നോ യു നോ എവറിത്തിങ്. ദെൻ വൈ? ഓ സോറി. അച്ഛനെവിടെ? ശബ്ദത്തിലൊരു കള്ള പരിഭവം വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. എറണാകുളത്തെ പേര് കേട്ട ഒരു ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യന്മാരാണ് സമൃദ്ധിയുടെ അച്ഛൻ രവിശങ്കർ മേനോനും അമ്മ അനുപമ രവിശങ്കറും. ഇരുവരുടെയും ഒരേയൊരു മകളാണ് അവൾ. എല്ലാം കേട്ടുകൊണ്ടവിടെ ഇരിപ്പുണ്ട്. ഫോൺ സ്പീക്കറിലാണ്. അനുപമ പറഞ്ഞു. അച്ഛാ, എങ്ങനെയുണ്ടിടാ അവിടെ? ഹരിനന്ദനെ കണ്ടോ? അയാളുടെ സ്വരത്തിൽ വല്ലാത്തൊരു ആകാംക്ഷ. ഇല്ല, കണ്ടില്ല. എവിടെയോ പോയിരിക്കുവാണ്. നാളെ വരും, അവിടുത്തെ അമ്മ പറഞ്ഞു. മോളെ, നാളെ തന്നെ നീ ജോയിൻ ചെയ്യുമോ? ചെയ്യണോ അച്ഛാ? എന്നാൽ പിന്നെ മോള് കിടന്നു. രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ. അമ്മ പിന്നീട് വിളിക്കാം. മറുപുറം കോൾ കട്ടാകുമ്പോൾ സമൃദ്ധിയുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്ന് അവളുടെ കവിളിലേക്ക് വീണു. നനഞ്ഞ കണ്ണുകളുമായി അവൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്നു പതിവിലും നേരത്തെ എഴുന്നേറ്റവൾ. സ്ഥലം മാറി കിടന്നതുകൊണ്ട് കഴിഞ്ഞുപോയ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് ദിനചര്യകളെല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങുകയാണവൾ. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ സാരി ഉടുക്കണമെന്ന് അവൾക്ക് നിർബന്ധം. സാരി ഉടുത്ത് ലെയർ ചെയ്തിട്ട തോളപ്പം മാത്രമുള്ള ബേബി ഹെയർ അഴിച്ചിട്ടിട്ട് നെറ്റിയിലൊരു കുഞ്ഞ് കറുത്ത പൊട്ടും തൊട്ട് ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങി. ഇറങ്ങുമ്പോൾ അവൾക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഹരിനന്ദനെ ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അവളുടെ പ്രാർത്ഥന കേട്ടതുപോലെ അവൾ പുറത്തേക്കിറങ്ങിയപ്പോൾ ആദ്യം കണ്ണിൽ പതിഞ്ഞത് ഹൃദ്യ എന്നു പേരുള്ള അവൻ്റെ ചെറിയ പെട്ടി ഓട്ടോറിക്ഷയാണ്. പൊടുന്നനെ അവളുടെ മുഖം മങ്ങി. ഒരുതരം നിർവികാരത. എന്നിട്ടും ചിരിച്ച മുഖവുമായി തന്നെ അവൾ അവിടേക്ക് നടന്നു. ഹരി, അവൾ മെല്ലെ വിളിച്ചു. തിരിഞ്ഞു നിന്ന് കോവൽവള്ളിയിലെ പഴുത്ത ഇലകൾ പൊട്ടിക്കുകയായിരുന്നവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. തറഞ്ഞു നിന്നതുപോലെ അതേ നിൽപ്പ് നിൽക്കുകയാണവൾ. ഹൃദയയുടെ നന്ദേട്ടൻ. അവളുടെ നാവ് അറിയാതെ ഉരുവിട്ടു പോയി. പക്ഷെ ഹരി അത് കേട്ടിരുന്നില്ല. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? ഉറക്കമൊക്കെ നല്ലോണം കിട്ടിയോ? അതോ സ്ഥലം മാറിക്കിടുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നിർത്താൻ ചോദ്യം ചോദിക്കുകയാണ് സുഭദ്ര. ആ സമയം ഹരിക്കുള്ള കട്ടനുമായി അങ്ങോട്ടേക്ക് വന്നതാണവർ. നല്ലതുപോലെ ഉറങ്ങിയമ്മേ, പക്ഷെ തണുപ്പുണ്ടായിരുന്നു. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും കൊണ്ടാവും. മുറ്റത്തിന് തണൽ വിരിച്ച് നിൽക്കുന്ന മരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മേഡത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ഞങ്ങൾ ഈ പത്തായപ്പുര ആദ്യമായിട്ടാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ പണികളൊന്നും ചെയ്തിട്ടില്ല. അത് സാരമില്ല, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയവൾ യാദൃശ്ചികമായാണ് വീടിൻ്റെ ഉമ്മർത്ത് മാലയിട്ട് വെച്ചിരിക്കുന്നവളുടെ ആ ഫോട്ടോ കാണുന്നത്. സമ്മു ചേച്ചി എന്നൊരു വിളി അവളുടെ കാതിൽ പതിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. നോക്കിക്കോ, നന്ദേട്ടനെ ഞാൻ സമ്മു ചേച്ചിയെ കൊണ്ട് കെട്ടിക്കും. എന്നിട്ട് ഏട്ടത്തീന്ന് വിളിപ്പിക്കും. കുറുമ്പ് നിറഞ്ഞ സ്വരത്തിൽ തൻ്റെ കവളിൽ വലിച്ചു പിടിച്ചുകൊണ്ട് അത് പറയുന്ന ഒരു കൊച്ചു പെണ്ണിനെ സമൃദ്ധിക്കപ്പോൾ ഓർമ്മ വന്നു പോയി. എൻ്റെ മോളാ. ഏറെ നേരമായിട്ടും സമൃദ്ധി ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് സുഭദ്രയാണത് പറഞ്ഞത്. പറയുമ്പോൾ അവരുടെ സ്വരം ഇടറിപ്പോയി. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. സുഭദ്രയോടൊന്നും പറയാതെ അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ഇനിയും നിന്ന് താമസിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ വേഗം പടിപ്പുരയ്ക്കടുത്തേക്ക് നടന്നു.
ഇത്ര നാളും ഈ നാടും വീടും ഹരിനന്ദനെയും എല്ലാം കാണാനുള്ള അവളുടെ ആവേശം ചോർന്നു പോയതുപോലെ സമൃദ്ധിക്ക് തോന്നി. വരേണ്ടിയിരുന്നില്ല. വെറുതെ മറന്നുപോയതൊക്കെ അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഉണങ്ങിത്തുടങ്ങിയ മുറിവിൽ കുത്തിയിളക്കി വീണ്ടും രക്തം വരുത്തി രസിക്കും പോലെ തൻ്റെ പ്രവൃത്തിയായിപ്പോയോ എന്ന് അവൾക്ക് തോന്നി. സമൃദ്ധി സ്വയം ആലോചിച്ചു. അച്ഛനൊരു ഡോക്ടറാണെങ്കിലും അത്യാവശ്യം രാഷ്ട്രീയത്തിൽ ഒരു ഹോൾഡുണ്ട് ആൾക്ക്. ആ ഹോൾഡ് വെച്ച് ആദ്യ പോസ്റ്റിങ് എറണാകുളത്ത് തന്നെ വാങ്ങിച്ചു തരാമെന്ന് ആവുന്നത്ര പറഞ്ഞതാണ്. പക്ഷെ തനിക്കായിരുന്നു ആദ്യ പോസ്റ്റിങ്ങിന് പാലക്കാട്ട് തന്നെ വരണമെന്ന് നിർബന്ധം. ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഹരിനന്ദനെ ഒന്ന് കാണണം. ഹൃദയയുടെ വാക്കുകളിൽ കൂടി ഒരുപാട് പ്രാവശ്യം മനസ്സിൽ കണ്ടതാണ് ആ മുഖം. ഒരിക്കൽ പോലും ഹരിനന്ദൻ്റെ ഒരു ഫോട്ടോ പോലും ഹൃദയ കാണിച്ചു തന്നിരുന്നില്ല. ഓരോന്നൊക്കെ ആലോചിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴേക്കും ബസ് വന്നിരുന്നു. കൃഷി ഓഫീസിൻ്റെ മുൻപിൽ തന്നെ അവൾ ബസ്സിൽ പോയി ഇറങ്ങി. സ്റ്റാഫുകൾ എല്ലാവരും ഓഫീസിൻ്റെ മുൻപിൽ തന്നെയുണ്ട്. എല്ലാവർക്കും പുഞ്ചിരി കൊടുത്തുകൊണ്ട് തന്നെയാണ് അവൾ അകത്തേക്ക് കയറി വന്നത്. അവരവളെ ആദ്യം കൊണ്ടുപോയത് അവളുടെ ക്യാബിനിലേക്കാണ്. അവൾ ഈ ജോലിയിൽ ആദ്യമായാണെങ്കിലും അവൾക്കതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ കൂളായിരുന്നു അവൾ. ഉച്ചയ്ക്ക് പിയോണിനെ വിട്ട് ഉച്ചഭക്ഷണം വാങ്ങി അവൾ. വൈകുന്നേരം 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി അവൾ നേരെ സിറ്റിയിലേക്കാണ് പോയത്. പാചകം ചെയ്യാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയാണ് അവൾ തിരിച്ചു വന്നത്. ആ സമയം വഴിക്കണ്ണുമായി അവിടെ സുഭദ്രയുണ്ടായിരുന്നു. എന്താ മോളെ താമസിച്ചേ? ഇത്ര താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? അവരുടെ ആദി മറ്റാരേക്കാളും അവൾക്ക് മനസ്സിലാക്കി. അടുക്കളയിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നമ്മേ. ജോലി കഴിഞ്ഞ് നേരെ സിറ്റിയിലേക്ക് പോയി. അതാണ് ഇത്രയും താമസിച്ചത്. ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് വന്നത്. അവൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി കണ്ടപ്പോൾ തന്നെ അവൾ ഊഹിച്ചു അവൻ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരും വഴിയാകുമെന്ന്. മേഡം വരാൻ ലേറ്റായോ? കയ്യിൽ കവറുകളുമായി നിൽക്കുന്നവളെ നോക്കിയാണ് അവനത് ചോദിച്ചത്. ഹരി, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്നെ മേഡമൊന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. അവൻ്റെ മുഖത്ത് അപ്പോഴും പതിവ് പുഞ്ചിരിയാണ്. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആദ്യമായി ഈ മുഖം കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു. ഹൃദയയുടെ പേഴ്സിൽ നിന്നും, അതും അവൾ കുളിക്കാൻ കയറിയ നേരത്ത് അവൾ അറിയാതെ കണ്ടുപിടിച്ചതാണത്. ഹൃദയയുടെ ഓർമ്മയിൽ പോലും സമൃദ്ധിയുടെ നെഞ്ചൊന്നു വിങ്ങി. സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാൽ ഇനി മുതൽ ഞാൻ സിറ്റി പോകുമ്പോൾ വാങ്ങിയിട്ട് വരാം. അതാവുമ്പോൾ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. മറുപടിയായി അവൾ ഒന്ന് തലയാട്ടി. ഹരിയും അമ്മയും ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഉമ്മറപ്പടിയിൽ തന്നെയിരുന്നു. ഹരിയുടെ ചെറുപ്പത്തിലെ അവൻ്റെ അച്ഛൻ മരിച്ചതാണ്. കള്ള് കുടിച്ച് ഉണ്ടായിരുന്നതെല്ലാം വിറ്റു തുലച്ചു. ഒടുവിൽ വീടും ആധാരവും ബാങ്കിൽ കൊണ്ട് പണയം വെച്ചു. ആ പണം കൊണ്ടും കുടിച്ചു. അറിവില്ലാത്ത ബിസിനസ്സുകൾ ചെയ്തു. ആ പണം ഒടുവിൽ നഷ്ടപ്പെടുത്തി. ഒടുക്കം ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നപ്പോഴാണ് വീട്ടിലുള്ളവർ ആധാരം പണയം വെച്ച വിവരം പോലും അറിയുന്നത്. അന്ന് ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് നോക്കാനാവാതെ ഒരു കുപ്പി വിഷത്തിൽ ജീവിതം അവസാനിപ്പിച്ചതാണ് അയാൾ. പിന്നീട് പല നേതാക്കളെയും ഉന്നതരെയും പോയി കണ്ട് ബാങ്കിൽ അടയ്ക്കാനുള്ള തുക ഇളവ് നൽകി. സുഭദ്രയുടെ പേരിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലം വിറ്റ് തറവാടിനെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി. ആ സമയം ഹരി 10ാം ക്ലാസ്സാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നവൻ. നാട്ടുകാരുടെയും സ്കൂളിലെ അധ്യാപകരുടെയും സഹായത്തോടെ 10ഉം +2 പഠനവും അവൻ പൂർത്തിയാക്കി. തുടർന്നുള്ള വിദ്യാഭ്യാസം ചോദ്യചിഹ്നമായപ്പോൾ പഠനം അവൻ അവസാനിപ്പിച്ചു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായിരുന്നു ആ സമയത്ത്. പിന്നീട് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി. തുണിക്കടയിൽ ജോലിക്ക് പോയി. ഏറ്റവും അവസാനമായി പലചരക്ക് കടയിൽ കണക്കെഴുതാനും പോയവൻ. അങ്ങനെയൊക്കെയാണ് അവൻ ഹൃദയെ പഠിപ്പിച്ചത്. അവളുടെ മുന്നോട്ടുള്ള പഠനത്തിൽ ആ ജോലി കൊണ്ടൊന്നും പണം തികയില്ലെന്ന തിരിച്ചറിവിലാണ് അവൻ കൃഷിയിലേക്ക് കാലെടുത്ത് വെച്ചത്. മണ്ണ് ചതിക്കില്ലെന്ന് ആരോ പറഞ്ഞു. അത് കേട്ടിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി. കൃഷി തുടങ്ങിയതിൻ്റെ പിറ്റേ കൊല്ലം തൊട്ട് ഇങ്ങോട്ടെന്നും മികച്ച കർഷകനുള്ള അവാർഡ് ഹരിയാണ് ഏറ്റുവാങ്ങുന്നത്. അവൻ തൊട്ടതിലെല്ലാം പൊന്നു വിളയിച്ച ചരിത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും അനിയത്തിയും ജീവനായിരുന്നവൻ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി മാറി. അനിയത്തിക്ക് BSc അഗ്രികൾച്ചറിന് അഡ്മിഷൻ കിട്ടിയത് എറണാകുളത്താണ്.
അവൾ പഠിച്ച് നല്ലൊരു ഓഫീസറാകുമെന്ന് അവൾ കൂടെ കൂടെ പറയുമായിരുന്നു. പക്ഷെ അവളുടെ വിധി മറ്റൊന്നായിരുന്നു. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കിച്ചണിൽ അടുക്കി വെക്കുവാണ് സമ്മു. പക്ഷെ അവളുടെ പ്രവൃത്തികൾ അത്രയും ഒന്നിനും താല്പര്യമില്ലാത്ത പോലെയാണ്. ഹൃദയയുടെ നാട്ടിലേക്ക് ജോലി കിട്ടി വരുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു അവൾക്ക്. പക്ഷേ അവൾക്കായി കാലം കരുതി വെച്ചത് മറ്റെന്തൊക്കെയോ ആണ്. അവളുടെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഈ മണ്ണിൽ മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ പോലും തനിക്ക് കഴിയില്ലെന്ന് സമൃദ്ധിക്ക് സ്വയം തോന്നി. ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നു പോണത്. സമൃദ്ധി ജോയിൻ ചെയ്തിട്ടിപ്പോൾ ഏകദേശം 1 മാസമാകുന്നു. ഇതിനോടകം തന്നെ അവൾക്ക് സുഭദ്രയും ഹരിയുമായി നല്ല കമ്പനിയായിരുന്നു. പതിയെ അവളും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. എല്ലാ മാസത്തിലെയും 2ാം ശനിയിൽ സമ്മു വീട്ടിലേക്ക് പോകും. അന്നത്തെ ആ മാസത്തിലെ 3ാം ശനിയായിരുന്നു. രാവിലെ സുഭദ്രയായിരുന്നു വാതിലിൽ തട്ടി അവളെ വിളിച്ചത്. മോളെ, ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്, മോള് വരുന്നോ? ഒരിക്കൽ അവൾ ജോലി കഴിഞ്ഞ് മടങ്ങി വഴി സുഭദ്ര ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്നത് അവൾ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ഇനി പോകുമ്പോൾ അവളെയും കൂടി വിളിക്കണമെന്ന്. അതോർത്ത് വെച്ച് വിളിക്കാൻ വന്നതാണവർ. അതിനെന്താമേ, നമുക്കിന്ന് പോകാമല്ലോ. ഹരിയുടെ നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള നാട്ടുവഴിയിലൂടെ ഒരു യാത്ര. ചെടികളിലെ മഞ്ഞുകണങ്ങൾ ഇളം വെയിലിൽ തിളങ്ങി നിന്നു. കണ്ണിമ ചിമ്മാതെ അവൾ ഓരോ കാഴ്ചയും കണ്ട് നടന്നു. അവൾക്കിപ്പോൾ അവിടെ ഏകദേശം ആളുകളെയൊക്കെ അറിയാം. അവിടെയുള്ളവർ ഭൂരിഭാഗം ആൾക്കാരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല പല ആവശ്യങ്ങൾക്കും അവർ കൃഷി ഓഫീസിൽ വരാറുണ്ട്. പുതിയ വിത്തുകൾ വാങ്ങാനും സർക്കാർ വഴി ലഭിക്കുന്ന കോഴികളെ വാങ്ങാനും അങ്ങനെ പലതിനും. ഇന്ന് ഹരിയുടെ പിറന്നാളാണ്. നടക്കുന്നതിനിടയിലാണ് സുഭദ്ര അത് പറഞ്ഞത്. ആണോ? എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നേ? അവൻ്റെ അനിയത്തി പോയത് പിന്നെ പിറന്നാളെന്നല്ല, ഒരാഘോഷങ്ങളും അവൻ ആഘോഷിക്കാറില്ല. അവളായിരുന്നു ഞങ്ങളുടെ സന്തോഷം. ഒക്കെ നിലച്ചിട്ടിപ്പോൾ കൊല്ലം 4 കഴിഞ്ഞു. ഒരു നെടുവീർപ്പോടെ അവരത് പറഞ്ഞു നിർത്തിയതും അവളുടെ മുഖവും മങ്ങി. എങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുതവർ തിരികെ മടങ്ങി വരുമ്പഴി കണ്ടു ഇളംനെല്ല് കൊത്താനെത്തുന്ന കൊറ്റികളെ തകരപ്പാട്ടയിൽ കമ്പു വെച്ചടിച്ച് ശബ്ദമുണ്ടാക്കി തുരത്തി ഓടിക്കുന്ന ഹരിയെ. അവൻ നിൽക്കുന്നതിനടുത്തുള്ള വരമ്പിലൂടെ നടന്നു. ഹാപ്പി ബർത്ത്ഡേ ഹരി. ആഹാ, അമ്മ പറഞ്ഞല്ലേ. മറുപടിയായി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവരിരുവരും യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു. ആ നിമിഷം എന്തോ ഒരു ഉൾപ്രേരണയിൽ തിരിഞ്ഞു നോക്കിയതാണ് സമ്മു. അവളുടെ ചൊടികൾ അറിയാതെ വിടർന്നു പോയി. അവനും ആ നിമിഷം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതവൾ കണ്ടെന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് കണ്ണുവെട്ടിച്ച് നോട്ടം മറ്റെങ്ങോ ആക്കി. വീട്ടിലെത്തിയിട്ടും ആ നോട്ടം ഓർക്കവേ അവളിൽ നറുപുഞ്ചിരി വിടർന്നു. അന്നേ ദിവസം പതിവില്ലാതെ സുഭദ്ര സദ്യ ഉണ്ടാക്കി. ഒപ്പം പാൽപ്പായസവും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവർ സമ്മുവിനെയും ക്ഷണിച്ചു. അവർ 3 പേരും കൂടിയാണ് അന്ന് സദ്യ കഴിച്ചത്. അന്നാണ് സമ്മു ആ വീടിൻ്റെ അകത്തളങ്ങൾ ആദ്യമായി കാണുന്നത്. ഒരു പ്രത്യേക തണുപ്പാണ് വീടിനുള്ളിൽ. അറയും നിരയുമുള്ള മുറികളും വലിയ തൂണുകളും. അവൾക്ക് ആ വീടും ഒരുപാട് ഇഷ്ടമായി. അടുക്കളപ്പുറത്തേക്കും അവൾ സുഭദ്രയ്ക്കൊപ്പം ഇറങ്ങിച്ചെന്നു. അടുക്കളപ്പുറത്തെ കിണറിനോട് ചേർന്ന് പടർന്നു നിൽക്കുന്ന ഒരു കോവലും പാവലും. ഒരു പ്രത്യേക അന്തരീക്ഷം. അവിടെ ഒരു കുളമുണ്ട്, തറവാട്ടുകുളം. സുഭദ്ര കൈചൂണ്ടി പറയുന്ന ദിക്കിലേക്ക് അവൾ നോക്കി. ശേഷം അവർക്കൊപ്പം അങ്ങോട്ടേക്ക് നടന്നു. അങ്ങിങ്ങായി വയലറ്റ് ആമ്പലുകൾ വിടർന്നു നിൽക്കുന്ന അത്ര ചെറുതല്ലാത്തൊരു കുളം. കുളത്തിലേക്ക് ഇറങ്ങാൻ പടിക്കെട്ടുകളുണ്ട്. അതിലൊന്നിലേക്ക് അവൾ ഇരുന്നു. എന്ത് ഭംഗി അവിടെ! ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ചുമ്മാതിരുന്നാൽ പോലും മടുക്കില്ല. ആഹാ, ഹരി തന്നെയാണ് പറയാറുള്ളത്. അവൻ മാത്രമേ ഇപ്പോൾ ഇവിടെ കുളിക്കാറുള്ളൂ. പണ്ടൊക്കെ ഞാനും വന്ന് കുളിക്കായിരുന്നു. ഇപ്പം കാലൊക്കെ മേലാണ്ടായേ പിന്നെ ഞാനധികം ഇങ്ങോട്ടേക്ക് വരാറില്ല. നല്ല ആഴമുണ്ടോ ഇവിടെ? 2 ആൾ താഴ്ച മുങ്ങാനുള്ള വെള്ളമുണ്ട്. അങ്ങേ അറ്റത്തോട്ട് പോയാൽ അല്പം ചെളിയുമുണ്ട്. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കുളിച്ചോട്ടെ? ഒരു ദിവസം ആക്കണത് എന്തിനാ? എന്നും ഒന്ന് കുളിച്ചോളൂ. അതൊക്കെ ഇപ്പോൾ ചോദിക്കാനുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ കുളിക്കാം, ഇന്ന് വൈകിട്ട്. അതിനെന്താ, ആയിക്കോട്ടെ. അമ്മയും വരുമോ? വെറുതെ ഒന്ന് ഇവിടെ ഇരുന്നാൽ മതി. അവരതിനും തലയാട്ടി. വൈകുന്നേരം സുഭദ്രയ്ക്കൊപ്പം കുളത്തിൽ കുളിക്കുവാണ് സമ്മു. സുഭദ്ര കരയ്ക്ക് തന്നെയിരുന്നു. ഇടയ്ക്ക് അവർ കയ്യിലിരുന്ന മഞ്ഞൾ കഷ്ണം കുളപ്പടവിൽ ഉരച്ച് അവൾക്ക് നേരെ നീട്ടുന്നുണ്ട്.
അതൊക്കെ തേച്ചുകൊണ്ടുള്ള കുളി. ഇതിനു മുൻപ് വീട്ടിലെ പൂളിൽ മാത്രം നീന്തിയിട്ടുള്ളവർക്ക് അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു അനുഭവം. ഞാൻ അടുപ്പത്തെ കുറച്ച് കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, വൈകുന്നേരത്തെ കാപ്പിക്ക്. അതിൻ്റെ വേവ് നോക്കിയിട്ട് പെട്ടെന്ന് വരാട്ടോ. ശരി അമ്മേ. കയ്യിലിരുന്ന സോപ്പ് ദേഹത്തേക്ക് പതപ്പിച്ചുകൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞത്. അതേസമയം അന്ന് വൈകിട്ട് കുറച്ച് പച്ചക്കറികൾ കയറ്റി അയക്കാൻ സിറ്റിയിലേക്ക് ഒരു ഓർഡർ കിട്ടിയതിനാൽ നേരത്തെ കുളിക്കാൻ കുളത്തിലേക്ക് വന്നതാണ് ഹരി. സാധാരണ അവൻ പണി കഴിഞ്ഞ് നേരെ കുളത്തിൽ വന്ന് കുളിച്ച് വൃത്തിയായ ശേഷം മാത്രമേ അകത്തേക്ക് കയറാറുള്ളൂ. ആ പതിവിൽ നടന്നാണ് അവൻ കുളപ്പടവിലേക്ക്. അതേസമയം തന്നെയാണ് സമ്മു സോപ്പൊക്കെ തേച്ച് കുളത്തിൽ നിന്നും ഒന്ന് മുങ്ങിപ്പൊങ്ങി വന്നത്. നേരെ അവൾ നോക്കിയത് ഹരിയുടെ മുഖത്തേക്കും. ഒരു നിമിഷം രണ്ടുപേരും വല്ലാതായി. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച അവളുടെ മുഖവും നനഞ്ഞൊട്ടി ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന മേൽമുണ്ടും അവളുടെ അഴകളവുകൾ എടുത്തു കാണിക്കും വിധം ഒരു മെഴുകു പ്രതിമ പോലെ. പടവിലേക്ക് കയറിയവൾ പെട്ടെന്ന് അവനെ കണ്ടതും ധൃതിയിലേക്ക് തിരിഞ്ഞതും വെള്ളത്തിലേക്ക് വീണതും ഒന്നിച്ചാണ്. പെട്ടെന്നുള്ള വീഴ്ചയായതിനാൽ അവൾക്ക് ബാലൻസ് കിട്ടിയില്ല. മുങ്ങിപ്പോവായിരുന്നവൾ. വീണ് അല്പം കഴിഞ്ഞിട്ടും കൈകാലിട്ട് അടിക്കുന്നവളെ കാണുക. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ എടുത്ത് വെള്ളത്തിലേക്ക് ചാടി. പിടുത്തം കെട്ടിയത് ഉച്ചയ്ക്ക് കെട്ടിവെച്ച അവളുടെ മുടിക്കെട്ടിലാണ്. അവളെ വലിച്ചു പൊക്കി പടവിലേക്ക് കിടത്തി. മെല്ലെ അവൻ അവളുടെ മുഖത്ത് തട്ടി. സമൃദ്ധിയുടെ കണ്ണു തുറക്ക്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ വായിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ട് അവന് മനസ്സിലായി അവൾ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന്. നനഞ്ഞൊട്ടിയ ഒറ്റ മുണ്ടിനിടയിലൂടെ തെളിഞ്ഞു കാണുന്ന അവളുടെ നാഭിച്ചുഴിക്ക് മുകളിൽ വയറിൻ്റെ ഭാഗത്ത് അവൻ തുടർച്ചയായി കൈപ്പത്തി വെച്ച് അമർത്തി. അതിൻ്റെ ബാക്കി എന്ന പോലെ അവളുടെ വായിൽ നിന്നും കുറേശ്ശെ വെള്ളം പുറത്തേക്ക് വന്നു. വെള്ളത്താൽ ഒട്ടിപ്പോയ കൺപീലികൾ അവൾ ബന്ധപ്പെട്ട് തുറക്കാൻ ശ്രമിച്ചു. മങ്ങിയ കാഴ്ചകൾക്കിടയിലൂടെ അവൻ്റെ മുഖം കണ്ടതും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ ഞെട്ടിപ്പിടിഞ്ഞെണീറ്റു. പതിയെ. അവൻ പറയുന്നൊന്നും ചെവിക്കൊള്ളാതെ അവൾ പടവിൽ വെച്ചിരുന്ന ഡ്രസ്സെടുത്ത് വേഗം ധരിച്ചുകൊണ്ട് തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് ഓടി. പിന്നവൾ ഹരിയുടെ മുന്നിലേക്ക് പോയതേയില്ല. വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയം സുഭദ്ര അത് പറയുകയും ചെയ്തു. ചായയും പുഴുക്കും കഴിക്കാൻ വരാമെന്ന് ആ കുട്ടി പറഞ്ഞതാ. വൈകിട്ട് കുളിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിനെ കണ്ടതേയില്ല. ഇനി വെള്ളം മാറി കുളിച്ച് ജലദോഷം വല്ലതും പിടിച്ചോ ആവോ? അവർക്ക് എതിർവശത്തായി ചായ കുടിക്കുന്ന ഹരിയെ നോക്കിയാണ് അവരാ ചോദ്യം ഉന്നയിച്ചത്. അവൻ്റെ മുഖത്തൊരു വെപ്രാണം. ഞാൻ എങ്ങനെ അറിയാനാ? അവരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഒരു കാര്യം ചെയ്യ്, ഈ പുഴുക്കും ഇത്തിരി ചമ്മന്തിയും കൂടി നീ അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. ജലദോഷത്തിൻ്റെ മരുന്നില്ലേ നിൻ്റെ കയ്യിൽ, അതും കൂടി എടുത്തോ. ഞാൻ എന്തിനാ പോണേ? അമ്മ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് സിറ്റി വരെ പോകാനുണ്ട്. എടാ, ഇതങ്ങോട്ട് കൊടുത്തിട്ട് നീ പോ. ഞാൻ പോയി വിളക്ക് തേക്കട്ടെ. സന്ധ്യയാവുന്നു. ഒടുക്കം അവളുടെ വീടിന് മുൻപിൽ ചെന്ന് കോളിമ്പല്ലടിച്ചതും അപ്പോൾ തന്നെ അവൾ ഇറങ്ങി വന്നു. സുഭദ്രയെ പ്രതീക്ഷിച്ച് വന്നെങ്കിലും കൺമുമ്പിൽ ഹരിയെ കണ്ടതും അവളൊന്ന് പതറി. ആരിത്, ഹരിയോ? അവൾ സംസാരത്തിൽ സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഇതമ്മ തന്നതാ. അതുമാത്രം പറഞ്ഞ് കയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങിയത് കണ്ടതും അവൻ വേഗം വീട്ടിലേക്ക് നടന്നു. അവൾക്കപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ തോന്നി. പിന്നെയും കുറച്ച് ദിവസങ്ങൾ അവൾ അവനെ കണ്ടതേയില്ല. ഒരിക്കൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവൾ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കും വഴി ഹരിയെ കണ്ടത്. ഇരുവരും ഒന്നിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നപ്പോൾ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? മറുപടിയായൊന്ന് മൂളിയവൻ. കുറച്ച് ദിവസങ്ങളായുള്ള അവളുടെ ഒളിച്ചുകളിയും അവനെ കാണുമ്പോഴുള്ള തിളക്കവുമെല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഹരിയോടൊരു കാര്യം പറയാനുണ്ട്. ശ്വാസം ക്രമപ്പെടുത്തി സാവധാനം അവൾ പറയാൻ തയ്യാറെടുത്തു. അവൾക്ക് പറയാനുള്ളത് കേൾക്കും മുൻപ് അവൻ പറഞ്ഞു തുടങ്ങി. വേണ്ട, അതൊരിക്കലും ശരിയാവില്ല. എല്ലാ കാര്യത്തിലും ഒരുപാട് അന്തരമുണ്ട് നമ്മൾ തമ്മിൽ. അങ്ങനെ എന്തെങ്കിലും അരുതാത്ത മോഹം തൻ്റെ മനസ്സിൽ തോന്നിയാൽ അതങ്ങനെ തന്നെ മായിച്ചു കളഞ്ഞേക്കണം. അത് പറയാൻ കൂടിയാ ഞാൻ അവിടെ കാത്തു നിന്നത്. അവൻ്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും ആരോ പിടിച്ചു കെട്ടിയതുപോലെ അവൾ നിന്നു. അവൾ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹരി, ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി.
മറക്കാൻ മാത്രം പറയരുത്. എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം, പ്ലീസ്. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ കുട്ടി കൂടുതൽ വേദനിക്കുകയുള്ളൂ. അതുമാത്രമല്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരാളല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടും സമൃദ്ധി ആ നിൽപ്പ് നിന്നുപോയി. അവളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. സൂര്യൻ അസ്തമിച്ചു. നേരത്തെ ഇരുട്ട് പടർന്നു. അവൾ പതിയെ വീട്ടിലേക്ക് നടന്നു. പോകും വഴി ഹരിയുടെ വീട്ടുമുറ്റത്തേക്ക് അവൾ നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ചെന്ന് കയറിയ പാടെ കട്ടിലേക്ക് വീണു. എത്ര വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഒറ്റവാക്കിൽ അവസാനിച്ചു പോയത്. അതോർക്കവേ അവൾക്ക് വീണ്ടും സങ്കടം വന്നു. ഇവിടെ വരണ്ടായിരുന്നു, ഹരിയെ കാണുകയും വേണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മനസ്സിലെങ്കിലും ആ പ്രണയം സൂക്ഷിച്ചു വെക്കായിരുന്നു. ചിന്തകൾ കാട് കയറി. കരഞ്ഞു കരഞ്ഞ് ആ രാത്രിയിൽ എപ്പോഴും അവൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ തല പിളർക്കുന്ന തലവേദനയുമായിട്ടാണ് അവൾ ഉണർന്നത്. തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. തലേന്ന് വന്ന വേഷത്തിൽ കയറി കിടന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ഡ്രസ്സ് മാറി. തലവേദന ആയതുകൊണ്ട് ഓഫീസിൽ ലീവ് എടുത്തു അന്നൊരു ദിവസത്തേക്ക്. അന്നേ ദിവസം വൈകുന്നേരം ഹരി വന്നപ്പോൾ സുഭദ്ര പറയുകയും ചെയ്തു അവളുടെ കാര്യം. അപ്പുറത്തെ കുട്ടി വീട്ടിൽ വല്ലതും പോയോ? ഇന്നലെ വൈകിട്ടും ഇന്നീ നേരം വരെയും അതിനെ കണ്ടതേയില്ല. അവൻ്റെ നെഞ്ചിലൊരു വെള്ളരി വെട്ടി. അവൻ വേഗം അവരെയും കടന്ന് അവളുടെ വീട്ടിലേക്ക് ഓടി. വാതിലിൽ ഒരുപാട് പ്രാവശ്യം തട്ടിയ ശേഷം അവൾ വന്ന് വാതിൽ തുറന്നു. മുടിയാകെ പാറിപ്പറന്ന് കരഞ്ഞു വീർത്ത കൺപോളകളും ചുവന്നുപോയ മൂക്കിൻ്റെ തുമ്പും. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ചുവരിൽ കൈ ചേർത്തവൾ നിന്നു. ഹരിക്ക് പിന്നാലെ അവിടേക്ക് ഓടി വന്ന് സുഭദ്ര നെഞ്ചിൽ കൈവച്ചു. എന്തു പറ്റി മോളെ, വയ്യേ? അവരോടിച്ചെന്ന് അവളെ പിടിച്ചു. അവളുടെ ദേഹത്ത് നല്ല ചൂടുണ്ടായിരുന്നു. സമൃദ്ധി. അവൻ വിളിച്ചതും ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. എടോ വയ്യേ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഞാൻ ഓക്കെയാണ്. അത് പറയുമ്പോഴും വയ്യായിക കൊണ്ട് അവളുടെ ശബ്ദം പുറത്തുപോലും വരുന്നുണ്ടായിരുന്നില്ല. എടോ വാശി കാണിക്കല്ലേ, വാ. വേണ്ട ഹരി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് അവളൊന്ന് ദയനീയമായി നോക്കി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്നവൾ വേച്ച് വീഴാൻ പോയതും അവൻ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു. കൂമ്പി അടിഞ്ഞൊരു താമരമുട്ട് പോലെ അവൾ അവൻ്റെ കൈക്കുള്ളിൽ ബോധരഹിതയായി വീണു. വേഗം വണ്ടി വിളിച്ചു. അവളെയും കൊണ്ട് അവനും സുഭദ്രയും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവൾക്ക് പനി നല്ല കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡ്രിപ്പിട്ട് ബെഡിൽ അവശയായി കിടക്കുന്നവളെ കാണിക്കെ അവനുള്ളിലും ഒരു കുറ്റബോധം ഉടലെടുത്തു. കാര്യങ്ങൾ കൃത്യമായി സുഭദ്രയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഊഹിച്ചെടുത്തു. ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അവൾക്ക് ബോധം വരാൻ കുറച്ച് സമയമെടുത്തു. അമ്മയ്ക്ക് ഞാൻ രതീഷിൻ്റെ ഓട്ടോ വിളിച്ചു തരാം. അമ്മ അതിൽ വീട്ടിലേക്ക് പൊക്കൂ. ഇവിടെ ഒരാളിൽ കൂടുതൽ നിൽക്കാൻ ഇവർ സമ്മതിക്കില്ല. അതുമാത്രമല്ല, അമ്മയ്ക്ക് കാലിന് വേദനയുള്ളതല്ലേ. ഇവിടെ നിന്ന് ഇനി നീരിറങ്ങണ്ട. അവൻ നിർബന്ധിച്ച് അവരെ വീട്ടിലേക്ക് അയച്ചു. അവൾ ഇപ്പോഴും ഡ്രിപ്പിൻ്റെ ക്ഷീണത്തിലാണ്. അവൻ പതിയെ അവൾക്കടുത്തേക്കിരുന്നു. ക്യാനിൽ കുത്തിയ അവളുടെ കൈയെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ച് ആ വിരലുകളിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. തളർന്നുറങ്ങുന്ന അവളെ കാണുന്തോറും അവൻ്റെ നെഞ്ചിലും ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവളുടെ ഈ അവസ്ഥയ്ക്ക് അവൻ കൂടി ഹേതുവായല്ലോ എന്നോർത്ത്. ഇനിയും മയക്കം വിട്ടുമാറാത്ത അവളുടെ മിഴികളിൽ തന്നെ നിലയുറപ്പിച്ചു പോയവൻ ഇടയ്ക്കിടെ അവൻ്റെ കൈകൾ അവളുടെ നെറുകയിൽ തലോടുന്നുണ്ട്. ആ രാത്രി അവന് ഉറങ്ങാതെയിരുന്നു അവൾക്ക് വേണ്ടി. പിറ്റേന്ന് പുലർച്ചെയാണ് അവൾ ഉണർന്നത്. അവനത് വേഗം തന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. കണ്ണു തുറന്നെങ്കിലും ഇരുവർക്കും പരസ്പരം നോക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചായ വാങ്ങി വരാം. ഒരു നേഴ്സ് നീഡിലുമായി അവിടേക്ക് വരുന്നത് കണ്ടതും വേഗം ഹരി പറഞ്ഞു. അവൾ ഒന്ന് തലകുലുക്കി. അവൻ പോയ പിന്നാലെ നേഴ്സ് പുറകെ വന്നു. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടേ, അവർ സാവധാനം പറഞ്ഞു. സമൃദ്ധി കൈത്തണ്ട അവർക്കായി നീട്ടിക്കൊടുത്തു. ഹസ്ബൻഡിന് ഭയങ്കര സ്നേഹമല്ലേ? അവൾ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. അല്ല, ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കുന്ന കണ്ടു. ഇടയ്ക്കിടെ അവിടെയും വന്നു. തനിക്ക് ചെറിയ ചൂട് കൂടിയപ്പോൾ ആ ക്ഷീണത്തിലും അവളുടെ മുഖത്ത് ഒരു മന്ദഹാസം വന്നു. അപ്പോഴേക്കും ഹരി എത്തി. അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട്
ആ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചായയും ബ്രെഡും വാങ്ങിയിട്ടുണ്ട്, എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? ചോദിക്കുന്നതോടൊപ്പം അവളെ പിടിച്ച് കട്ടിലിൻ്റെ പടിയിലേക്ക് ചേർത്തിരുത്തി. ഇത്തിരിയായി ബ്രെഡ് ചായയിൽ മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തു. ഹരി, സമൃദ്ധി അവനെ ആർദ്രമായി ഒന്ന് വിളിച്ചു. തനിക്കിപ്പോൾ ആവശ്യം റെസ്റ്റാണ്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. തൻ്റെ വീട്ടിലെ നമ്പർ തരൂ, അച്ഛനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. അന്നേ ദിവസം ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോഴാണ് സമൃദ്ധിയുടെ അച്ഛനും അമ്മയും വന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരി അവർക്ക് മനസ്സിലായി. ഹരിയല്ലേ? അവളുടെ അച്ഛൻ ചോദിച്ചു. അതെ. മോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഹരിയെക്കുറിച്ച്, നേരിട്ട് കാണുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ? എല്ലാം നന്നായിട്ട് പോന്നു. സ്വതവേ ഉള്ള അവൻ്റെ പുഞ്ചിരിയോട് തന്നെ അവൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. ഹരിയോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ നമുക്കൊരു ഡ്രൈവ് പോയാലോ? സമ്മതപൂർവ്വം തലയാട്ടിയവൻ കാറിൽ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കുമ്പോൾ രവിശങ്കറിൻ്റെ ഉള്ളിൽ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ഹരി എന്ത് തീരുമാനമെടുക്കും എന്ന ആകുലതയായിരുന്നു. ഹരി, എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മകളെയും ഹൃദയെയും കുറിച്ചാണ്. അവൻ്റെ അനിയത്തിയുടെ പേര് അയാളുടെ നാവിൽ നിന്ന് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയവൾ. അയാൾ തണല് നോക്കി ഒരു മരച്ചുവട്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. വെപ്രാളത്തോടെ അവൻ അയാൾക്കൊപ്പം ഇറങ്ങിച്ചെന്നു. അയാളുടെ ചിന്തകൾ 5 വർഷം പിന്നോട്ട് സഞ്ചരിച്ചു. അയാൾ പറഞ്ഞു തുടങ്ങി. സമൃദ്ധി 5 വർഷങ്ങൾക്ക് മുമ്പ് MSc അഗ്രികൾച്ചറിന് ചേർന്ന അതേ കോളേജിലാണ് ഹൃദയം വന്നത്. വീട് എറണാകുളത്ത് തന്നെ ആയിരുന്നെങ്കിലും പോയി വരാവുന്നതിലും അധികം ദൂരമുള്ളതുകൊണ്ട് സമുവിനെ കോളേജിലേക്ക്, അങ്ങനെയാണ് അവർ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിക്കുന്നത്. ഹൃദയം സമുവും ഒരേ ഹോസ്റ്റൽ റൂമിലായിരുന്നു. ഒറ്റ മകളായി വളർന്നു വന്ന സമുവിന് ഹൃദയ സ്വന്തം അനിയത്തിക്കുട്ടിയെ പോലെയായിരുന്നു. എവിടെ പോയാലും രണ്ടുപേരും ഒരുമിച്ച്. സമുവിനൊപ്പം ഹൃദയ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട്. എപ്പോഴും കലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇടയ്ക്കവൾ എപ്പോഴും നിങ്ങളുടെ നാടിനെപ്പറ്റിയും ഹരിയെക്കുറിച്ചും നിങ്ങളുടെ അമ്മയെക്കുറിച്ചും എല്ലാം ഞങ്ങളോട് പറയാറുണ്ട്. എന്തിനേറെ പറയുന്നു, സമുവിനെ ഹരിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് പോലും പറഞ്ഞു. അവൾ പറഞ്ഞ് അവളുടെ വാക്കുകളിലൂടെ മാത്രം കേട്ടറിഞ്ഞ ഹരിയെ എൻ്റെ മകൾ പ്രണയിക്കുന്നുണ്ടെന്ന് പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ഒരു വെക്കേഷന് ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമെന്നും നാടും വീടും എല്ലാം കാണിച്ചു തരുമെന്നുമൊക്കെ അവൾ പറഞ്ഞിരുന്നു. അവൻ ഓർമ്മ വന്നു ഹൃദയ പറഞ്ഞത്. ഈ വെക്കേഷൻ ഏട്ടനൊരു സർപ്രൈസ് ഉണ്ട്. പക്ഷേ വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും ആയില്ലല്ലോ. അന്ന് ഹൃദയയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച ആ യാത്രയിൽ അവൾക്കൊപ്പം സമ്മുവുമുണ്ടായിരുന്നു. അത് കേട്ടതിൻ്റെ ഞെട്ടലിൽ ഹരി തകർന്നു പോയി. വണ്ടി ഒതിച്ചത് സമ്മുവാണ്. എതിരെ വന്നൊരു ലോറിയാണ് അവരുടെ സ്കൂട്ടറിൽ ഇടിച്ചത്. ലോറിക്കാരനാണ് തെറ്റുകാരനെന്ന് കണ്ടു നിന്നവർ പോലും പറഞ്ഞു. പുറയിലിരുന്ന ഹൃദയയ്ക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. പറയാൻ വന്നത് പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ അയാൾ കണ്ണു തുടച്ചു. ഓടി വന്ന് ഹരി അയാളുടെ കോളറിന് പിടിച്ചു. തൻ്റെ മോള് കൂടെ കൊണ്ടു നടന്ന് കൊന്നു കളഞ്ഞതാണല്ലേ എൻ്റെ കുഞ്ഞിനെ. അന്ന് ആ കേസ് അന്വേഷിച്ച പോലീസുകാരോട് ഞാൻ ആകുന്നത്ര പറഞ്ഞതാ, എൻ്റെ അനിയത്തിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അവൾക്കൊപ്പം മറ്റാരെങ്കിലും കൂടി കാണുമെന്ന്. അന്നൊന്നും നിങ്ങളുടെ മകൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞതേയില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തന്തയ്ക്കും മോൾക്കും കൂടി ഇതെല്ലാം ഓർമ്മ വന്നതല്ലേ. അവൻ നിന്ന് ചേറി. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനുള്ള ക്ഷമ ദയവ് ചെയ്ത് ഹരി കാണിക്ക്. അന്നത്തെ ആക്സിഡൻറ്റിൽ ഹൃദയ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു ഭാഗത്ത് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് എൻ്റെ മകളും ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റിന് ശേഷമുള്ള 6 മാസങ്ങൾ ആരെയും തിരിച്ചറിയാനാവാതെ, ഭക്ഷണം പോലും കഴിക്കാനാവാതെ സമ്മു 6 മാസം ഒരേ കിടപ്പിൽ കിടന്നു. അവളെ ഞങ്ങൾക്ക് പഴയ പോലെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത ദിനങ്ങളായിരുന്നത്. ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. നട്ടലിന് കാര്യമായി പരിക്കേറ്റ് ഇനി ഒരിക്കലും
സാധാരണ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരില്ലെന്ന് ഇന്ത്യയിലെ ഡോക്ടർമാർ വിധി എഴുതി. ഒടുക്കം വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിട്ടാണ് അവൾ ഇന്ന് ഈ നിലയിലെത്തിയത്. ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയപ്പോൾ തന്നെ കേസിൻ്റെ കാര്യം ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടന്നതൊക്കെ വളരെ വൈകിയാണ് ഞങ്ങൾ അറിഞ്ഞത്. തനിക്കൊരു കാര്യം അറിയോ? എൻ്റെ മോൾ ആദ്യം സംസാരിച്ചപ്പോൾ ചോദിച്ചതുപോലും ഹൃദയയുടെ കാര്യമാണ്. ആദ്യമൊക്കെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളതൊക്കെ ഒഴിവാക്കി വിട്ടു. കാരണം ഞങ്ങൾക്കും അറിയാം സത്യങ്ങൾ അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സമ്മു ആയിരിക്കുമെന്ന്. ഒടുക്കം ഗത്യന്തരമില്ലാതെ ഞങ്ങൾക്ക് ആ സത്യം അവളോട് പറയേണ്ടി വന്നു. പിന്നീട് ഒരു വർഷക്കാലം ഡോക്ടർ ഐസക് സാമുവലിൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ മകൾ. അത് പറഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. എന്തു പറയണമെന്നറിയാതെ ഹരിയും സ്തബ്ധനായി നിൽക്കുകയാണ്. ആദ്യം അതറിഞ്ഞപ്പോൾ അവൾ വിശ്വസിക്കാനാവാതെ നിന്നു. കാരണം ആ യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൾക്ക് കുറ്റബോധത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഹൃദയയുടെ മരണത്തിന് കാരണക്കാർ അവളാണെന്ന് സ്വയം വിശ്വസിച്ചു. ഭക്ഷണം കഴിക്കാതായി, ഞങ്ങളോട് മിണ്ടാതായി, കോളേജിൽ പോകാതെ വീട്ടിലെ അവളുടെ റൂമിൽ സമയം കഴിച്ചുകൂട്ടി. ആദ്യം അതിനെ സ്വാഭാവികമായി കണ്ടു. പിന്നീട് ഞങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഉച്ചത്തിലുള്ള കരച്ചിലും സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനവും. തനിക്കറിയോ, ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഞങ്ങൾ വരാൻ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മകൾ ജീവനോടെ കാണില്ലായിരുന്നു. ഇടയ്ക്ക് ഹൃദയ വന്ന് അവളോട് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ തള്ളിക്കളഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലാണ് അവളുടെ പെരുമാറ്റം. കഴിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത് വേറെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭക്ഷണം വിളമ്പുക. ചോദിച്ചാൽ പറയും അത് ഹൃദയക്കാണെന്ന്. എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുമ്പോൾ ഒരെണ്ണം മാത്രം വാങ്ങിത്തന്നാൽ ഹൃദയയ്ക്ക് വാങ്ങാത്തത് എന്താണെന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടും. അങ്ങനെ വിചിത്രമായ സ്വഭാവങ്ങൾ അവൾ കാണിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തെത്തിച്ചു. നീണ്ട 1 വർഷം സമയമെടുത്തു ഞങ്ങൾക്ക് അവളെ പഴയ സമൃദ്ധിയായി തിരികെ കിട്ടാൻ. എനിക്കറിയാം പെങ്ങൾ നഷ്ടപ്പെട്ട ഹരിയുടെ വേദന. മരണത്തിൻ്റെ വക്കിൽ നിന്നും ഒരു മകളെ പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരച്ഛൻ്റെ വേദന ഹരിക്ക് മനസ്സിലാവുമോ? അവൻ മറുപടിയില്ലാതെ നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സമ്മുവിനെ വീട്ടുകാർ നേരെ എറണാകുളത്തെ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ആ ദിവസങ്ങളിലൊന്നും ഹരി അവളെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഒരു ദിവസം സുഭദ്രയാണ് പറഞ്ഞത്, അവളെ കാണാൻ നമ്മൾ ഇതേവരെ പോയില്ലല്ലോ എന്ന്. അവനവളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ഭയമായിരുന്നു. എന്നായാലും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അവനറിയാം. ഇത്തിരി സമയമെടുത്താലും അവളെ താൻ ഒരിക്കൽ കാണേണ്ടി വരും. അതുമാത്രമല്ല, തൻ്റെ അനിയത്തി തനിക്കായി ഭൂമിയിൽ കരുതി വെച്ച അവസാന സമ്മാനമാണവൾ. നീണ്ട 4 വർഷങ്ങൾക്കിപ്പുറം തന്നെ തേടി അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനവും ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിലൊന്നായിരിക്കുമെന്ന് ഈ നാളിനോടകം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പോയി കാണണം, സംസാരിക്കണം എന്നൊക്കെ ഹരിക്ക് തോന്നി. ഹരിയും സുഭദ്രയും അവളുടെ വീട്ടിലെത്തുമ്പോൾ ഗാർഡനിലെ ചെടികൾ നനയ്ക്കുകയാണവൾ. അവരെ കണ്ടതേ അവൾ ഓടി അവർക്കടുത്തേക്ക് വന്നു. വിശേഷങ്ങൾ തിരക്കി. ഹരി സുഭദ്രയോടൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ അറിഞ്ഞ ശേഷം അവർക്ക് അവളോട് ദേഷ്യം തോന്നിയാലോ എന്നൊരു ഭയവും അവനുണ്ട്. അവരെ നന്നായി തന്നെ സ്വീകരിച്ചവർ. ഇത്ര ദൂരം യാത്ര കഴിച്ചു വരുന്നതല്ലേ, ഇന്നിനി പോകണ്ടെന്ന് അനുപമയും രവിയും ആവുന്നത്ര നിർബന്ധിച്ചവരെ. ഒടുക്കം നിവൃത്തിയില്ലാതെ ആ ദിവസം അവൾ അവിടെ തങ്ങിയവർ. രവി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹരിക്കറിയാമെന്ന് സമ്മുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചു. ഇഷ്ടവും പ്രണയവും എല്ലാം തനിക്ക് മാത്രമായിരുന്നല്ലോ എന്ന തിരിച്ചറിവിൽ അവൾക്ക് നൊന്തു. സ്നേഹവും പ്രണയവും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ, അവൾ മനസ്സിലോർത്തു. രാത്രി മുകളിലെ ഓപ്പൺ ടെറസിൽ അങ്ങകലെ കാണുന്ന കെട്ടിടങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ് സമ്മു. രാത്രി കനത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകളെല്ലാം പ്രകാശത്തിൽ കുളിച്ചു നിന്നു. പുറകിലൊരു കാൽപ്പെരുമാറ്റം കേട്ടതും അവൾ ഊഹിച്ചു അത് ഹരിയാകുമെന്ന്.
അവൻ എന്തോ പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടതു. അവൾ മനസ്സിനെ എന്തു നേരിടാൻ പാകപ്പെടുത്തി വെച്ചു. സമ്മു. ആദ്യമായിട്ടാണ് അവൻ്റെ നാവിൽ നിന്ന് അങ്ങനൊരു വിളി. അതവളിൽ അത്ഭുതം നിറച്ചു. അവനെ കേൾക്കാനായി അവൾ ചെവി കൂർപ്പിച്ചു. എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവൻ പരുങ്ങി. കൈവരിയിൽ വിരൽ ചേർത്ത് പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്നവളുടെ അരികിൽ ചെന്ന് ഒന്നും മിണ്ടാതെ ആ കൈകൾക്ക് മുകളിലേക്ക് അവൻ്റെ കൈയും കൂടി ചേർത്ത് വെച്ചു. വിശ്വാസം വരാതെ അവൾ അവനെ നോക്കി. അവൻ കണ്ണു ചിമ്മി കാണിച്ചു. ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഇല്ലാതെ ഒരു പ്രണയകാവ്യം അവിടെ ഉടലെടുത്തു. ഞാൻ എന്തോ പറയാനായി അവൾ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടോരം വിരൽ മുട്ടിച്ചു. ഇനിയൊരു വിശദീകരണവും വേണ്ട, എനിക്കെല്ലാം മനസ്സിലായതാ. പൂർണ്ണ മനസ്സോടെ തന്നെ ഞാൻ വന്നത്. അവൾ വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി. പിന്നെ നനഞ്ഞ കണ്ണാലെ വീണ്ടും അവൻ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങകലെ ആകാശത്തൊരു വെള്ളി നക്ഷത്രം അവരെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ അവരത് കണ്ടില്ലെന്ന് മാത്രം. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹ നിശ്ചയവും വിവാഹവും എല്ലാം. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു അവരുടെ വിവാഹം. അതും സമ്മുവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച്. വിവാഹമെല്ലാം കഴിഞ്ഞ് കാറിൽ കയറാൻ നേരം അവളുടെ കണ്ണൊന്നു നിറഞ്ഞു. അതേ സമയം തന്നെ രവി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചതും ഹരി അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. രണ്ടും ഒരേ സമയം ആയതിനാൽ കണ്ടു നിന്നവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് അവളിലേക്കും പകർന്നതുപോലെ അവളുടെ അതരങ്ങളും വിടർന്നു. ഒരുപാട് പ്രാവശ്യം കയറിയിറങ്ങിയ വീടാണെങ്കിലും അന്നാ ദിവസം മേലാറ്റൂരിൻ്റെ മരുമകളായി സുഭദ്ര കൊടുത്ത വിളക്കുമായി അവൾ വലങ്കാൽ വെച്ച് അകത്തേക്ക് പ്രവേശിച്ചു. അത്ര നേരം ശാന്തമായിരുന്ന അന്തരീക്ഷം പതിയെ മാറി ഒരു ചാറ്റൽ മഴയ്ക്ക് തയ്യാറെടുത്തു. പ്രകൃതി അപ്പോൾ പതിയെ മഴ ശക്തി പ്രാപിച്ചു. കുത്തിയൊലിച്ചു പെയ്യുന്ന മഴയിലും ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം അവർ ഇരുവരെയും പൊതിഞ്ഞു. തെക്കേ തൊടിയിലെ ഹൃദയയുടെ അസ്ഥിത്തറയിൽ ചില്ല വിടർത്തി നിന്ന വെള്ള ചെമ്പകപ്പൂക്കൾ മണ്ണിലേക്ക് പൊഴിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളായി. കൂടി നിന്ന കാരണവന്മാരാരോ പറഞ്ഞു ആത്മാക്കളുടെ സന്തോഷമാണ് മഴയെന്ന്. അത് കേട്ട സമ്മു മനസ്സിലോർത്തു, ഹൃദയ്ക്കിപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടെന്ന്. ഈ നിമിഷം അവൾ ഉണ്ടായിരുന്നെങ്കിലെന്ന ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു. കാതിലെപ്പോഴും അവളുടെ വാക്കുകൾ മുഴങ്ങി കേൾക്കും പോലെ തോന്നി. സമ്മു ചേച്ചിയെ ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും, എന്നിട്ട് ഏട്ടത്തീന്ന് വിളിപ്പിക്കും. ഹോളിൽ മാലയിട്ട ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഹൃദയയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നവൾ അവളെ നോക്കി ഹൃദയ കണ്ണ് ചിമ്മി ചിരിച്ചതുപോലെ തോന്നി. സുഭദ്ര നൽകിയ പാൽ ഗ്ലാസുമായി ഹരിയുടെ മുറിയിലേക്ക് അവൾ നടന്നു. ഇനിയും പെയ്തു തോരാത്ത മഴയിലും അവരിരുവരും വിയർത്തു കുളിച്ചു. ഒരു പുതപ്പിനുള്ളിൽ ഒട്ടിക്കിടന്നുകൊണ്ടവർ ആ സമയങ്ങൾ മനോഹരമാക്കി. 3 വർഷങ്ങൾക്കിപ്പുറമുള്ളൊരു പ്രഭാതം മേലാറ്റൂരിലെ മുറ്റത്തൊരു കൊച്ചു പന്തലുയർന്നു. സെറ്റ് സാരി ഉടുത്ത് മുടിയിൽ പൂച്ചൂടി ആഭരണങ്ങൾ അണിഞ്ഞ് ആ പന്തലിൽ നിൽക്കുവാണ് സമൃദ്ധി. അവളുടെ കയ്യിൽ ഹരിയെ വരച്ചു വെച്ചതുപോലൊരു കുഞ്ഞുമുണ്ട്. അവരുടെ സ്വന്തം കുഞ്ഞാറ്റ. ഹരിയുമുണ്ട് അവളുടെ അരികിൽ തന്നെ. മുഹൂർത്തമായപ്പോൾ ഒരു കാതിൽ തളിർവെറ്റില പൊതിഞ്ഞ് മറുകാതിലൂടെ ഹരി അവൾക്ക് പേര് വിളിച്ചു 3 പ്രാവശ്യം. ഹൃദ്യ, ഹൃദ്യ, ഹൃദ്യ. ഇളം കാറ്റിൽ വീണ്ടും ചെമ്പകപ്പൂമണം. അവരുടെ ആ സന്തോഷത്തിൽ പങ്കാളിയായി. അവർക്കാർക്കും കാണാൻ കഴിയാത്തത്ര അകലങ്ങളിലിരുന്ന് ഹൃദയ പുഞ്ചിരി തൂക്കി. അവരുടെ ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കണേയെന്ന് ആ ആത്മാവും മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അവസാനിച്ചു. കാശിയുടെ കഥ ഇഷ്ടമായെങ്കിൽ 2 വാക്ക് പറഞ്ഞിട്ട് പോണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.